ഓക്കെ, ഇനി നമുക്ക് റിമൈൻഡർ തിയറം വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ഭയങ്കര ഈസിയസ്റ്റ് മെത്തേഡാണ് റിമൈൻഡർ തിയറം വെച്ചിട്ട് നമ്മൾ റിമൈൻഡർ കണ്ടുപിടിക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ റിമൈൻഡർ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയലും ഉണ്ടാവും. അതുപോലെ തന്നെ അതിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ജി ഓഫ് എക്സ് ഉണ്ടാവും അല്ലേ. ഇത് നമ്മുടെ ഡിവിഡൻ്റ് ആണ്, അതുപോലെ തന്നെ ഇത് നമ്മുടെ ഡിവൈസറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് റിമൈൻഡർ തിയറത്തിൽ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ജി ഓഫ് എക്സിൻ്റെ സീറോ ഓഫ് ദി പോളിനോമിയൽ കണ്ടുപിടിക്കുക. അതായത് ജി ഓഫ് എക്സ് ഈക്വൽ ടു 0 കൊടുത്തിട്ട് എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ, എന്നിട്ട് ഈ എക്സിൻ്റെ വാല്യൂ നമ്മൾ എവിടെ ഇട്ട് കൊടുക്കണം? പി ഓഫ് എക്സിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ലാസ്റ്റ് ഫൈനലി നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ആർ ഓഫ് എക്സ് കിട്ടും. ഓക്കെ, സോ ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഞാൻ എക്സസൈസ് 2.3 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. ആ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ റിമൈൻഡർ when x cube plus 3x square plus 3x plus 1 is divided by x plus 1. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പോളിനോമിയൽ വെച്ച് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുമ്പോൾ ഏതാണ് ഇതിലെ പി ഓഫ് എക്സ്, ഏതാണ് ഇതിലെ ജി ഓഫ് എക്സ് എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇതിലൊരു എളുപ്പമാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഡിഗ്രി കൂടിയ ആളായിരിക്കും എപ്പോഴും പി ഓഫ് എക്സ്, ഡിഗ്രി കുറഞ്ഞ ആളായിരിക്കും എപ്പോഴും ജി ഓഫ് എക്സ്. അപ്പോൾ നമ്മുടെ ഡിഗ്രി കൂടിയ ആളെന്ന് പറയുമ്പോൾ നമ്മുടെ പി ഓഫ് എക്സ് എന്തായിരിക്കും? 3x ക്യൂബ് പ്ലസ് 3x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1ഉം നമ്മുടെ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 ആയിരിക്കും. ഓക്കെ, നമ്മൾ റിമൈൻഡർ തിയറം വഴി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ? നമ്മൾ ജി ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കുക. എന്തിനാ? ടു ഫൈൻഡ് എക്സ്. ഓക്കെ, എക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ജി ഓഫ് എക്സിലാണ് 0 ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ജി ഓഫ് എക്സ് എന്താണ് ഇവിടെ? നമ്മുടെ ജി ഓഫ് എക്സ് എക്സ് പ്ലസ് 1 ആണ് അല്ലേ. സോ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? നമ്മൾ പ്ലസ് 1നെ ഈ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതെന്താവും? -1. സോ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി ഈ എക്സിൻ്റെ വാല്യൂ ആർക്ക് ഇട്ട് കൊടുക്കുക? നമ്മുടെ പി ഓഫ് എക്സിലേക്ക് ഇട്ട് കൊടുക്കുക. അതായത് പി ഓഫ് -1 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ക്യൂബിന് പകരം നമ്മൾ എന്ത് എഴുതും? -1 ദ ഹോൾ ക്യൂബ് പ്ലസ് 3 ഇൻറ്റു എക്സ് സ്ക്വയർ ആണ് അല്ലേ. 3 ഇൻറ്റു എക്സ് സ്ക്വയർ മീൻസ് -1 സ്ക്വയർ. എപ്പോഴും മൈനസുകൾ ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഇട്ട് എഴുതുക. ഓക്കെ, പ്ലസ് 3 ഇൻറ്റു -1 3x അല്ലേ. അപ്പോൾ 3 ഇൻറ്റു -1 പ്ലസ് 1 എന്ന് കിട്ടി. ഓക്കെ, -1 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? -1 ഇൻറ്റു -1 ഇൻറ്റു -1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? -1 തന്നെയാണ്. സോ -1 പ്ലസ് 3 ഇൻറ്റു 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? -1 ഇൻറ്റു -1 അതെന്ന് പറയുന്നത് +1 ആണ്. ഇൻറ്റു 1 ഇത് 3 ഇൻറ്റു -1 3 ഇൻറ്റു -1 എന്തായിരിക്കും? -3 പ്ലസ് 1. ഓക്കെ, അപ്പം -1 3 ഇൻറ്റു 1 പ്ലസ് 3 -3 പ്ലസ് 1. ഓക്കെ, അപ്പോൾ നമ്മളിത് മൈനസ് ചെയ്യുമ്പോൾ എന്താ? 3 - 3 0 കിട്ടി. -1 പ്ലസ് 1 എന്തായി? നമുക്ക് 0 കിട്ടി. സോ ഇവിടുത്തെ നമ്മുടെ റിമൈൻഡർ ആർ ഓഫ് എക്സ് നമുക്ക് എന്താ കിട്ടിയത്? ആർ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. ആർ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് 0 കിട്ടി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പി ഓഫ് എക്സ് നമ്മുടെ സെയിം തന്നെ. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 ആണ്. എന്നിട്ട് നമ്മുടെ ജി ഓഫ് എക്സ് നമുക്ക് തന്നിരിക്കുന്നത് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് പൈ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യുക? ജി ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ ജി ഓഫ് എക്സ് ഈക്വൽ ടു 0 മീൻസ് എക്സ് പ്ലസ് പൈ ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? പ്ലസ് പൈ ഇങ്ങോട്ട് പോകുമ്പോൾ -π ആയി. ഓക്കെ,
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി പി ഓഫ് മൈനസ് പൈ ഇട്ട് കൊടുക്കാം, എന്നിട്ട് വാല്യൂസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ മൈനസ് പൈ ദ ഹോൾ ക്യൂബ് പ്ലസ് 3 ഇൻറ്റു മൈനസ് പൈ സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു മൈനസ് പൈ പ്ലസ് 1. ഓക്കെ, മൈനസ് പൈ ഇൻറ്റു മൈനസ് പൈ ഇൻറ്റു മൈനസ് പൈ എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് പൈ തന്നെ. അതുപോലെ തന്നെ മൈനസ് പൈ ക്യൂബ് തന്നെ. ഇത് മൈനസ് 3 ഇൻറ്റു മൈനസ് പൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് 3 പൈ സ്ക്വയർ. ഇത് മൈനസ് പൈ ഇൻറ്റു 3 എന്ന് പറയുന്നത് എന്താണ്, മൈനസ് 3 പൈ പ്ലസ് 1. ഇതിൽ കൂടുതൽ നമുക്ക് ഈ ഒരു വാല്യൂവിനെ ഇനി മാറ്റാൻ പറ്റില്ല. സോ ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എന്നിട്ട് നമുക്ക് എന്തായിരിക്കും കിട്ടുക, ഇവിടെ മൈനസ് പൈ സ്ക്വയർ ആയതുകൊണ്ട് ഇവിടെ പ്ലസ് ആവും കേട്ടോ. മൈനസ് പൈ ഇൻറ്റു മൈനസ് പൈ എന്ന് പറയുന്നത് പ്ലസ് പൈ സ്ക്വയർ ആണ്. അപ്പോൾ അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി, അതൊന്ന് നോട്ട് ചെയ്യുക. പ്ലസ് 3 പൈ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആർ ഓഫ് എക്സ് ഈക്വൽ ടു എന്തായി, ആർ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് പൈ ക്യൂബ് പ്ലസ് 3 പൈ സ്ക്വയർ മൈനസ് 3 പൈ പ്ലസ് 1 ആയിരിക്കും. അപ്പോൾ ഈ എക്സസൈസ് 2.3 ഫസ്റ്റ് എക്സസൈസുകൾ കംപ്ലീറ്റ് ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ റിമൈൻഡർ തിയറം വരുമ്പോൾ ജസ്റ്റ് ജി ഓഫ് എക്സ് ഈക്വൽ ടു 0 കൊടുക്കുക, എന്നിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, ആ എക്സിൻ്റെ വാല്യൂ നമ്മുടെ പി ഓഫ് എക്സിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ റിമൈൻഡർ തിയറം. നമ്മുടെ അടുത്ത് ആ എക്സസൈസിൽ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3, check whether 7 plus 3x is a factor of 3x cube plus 7x. എപ്പോഴാണ് നമ്മളൊരു നമ്പർ ഫാക്ടറാന്ന് പറയാം, ഒരു നമ്പർ ഫാക്ടറാന്ന് പറയാം നമ്മുടെ റിമൈൻഡർ ആർ ഓഫ് എക്സ് എന്താകുമ്പോഴാണ്, 0 ആകുമ്പോഴാണ്. അതായത് നമ്മളിപ്പോൾ ചെയ്യാണ് 15 ഡിവൈഡഡ് ബൈ 3. നമുക്ക് 5 ടൈംസ് ആണ്, സോ 15 കിട്ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഈ 15 എന്ന് പറയുന്നത് 3യുടെ ഒരു ഫാക്ടറാണ്. 3 5 ഒഴിച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 15. അതുകൊണ്ട് നമുക്ക് റിമൈൻഡർ എപ്പോഴും എന്തായിരിക്കും, 0 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഫാക്ടർ ആണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം നമുക്ക് റിമൈൻഡർ 0 കിട്ടുന്നുണ്ടോ എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ജി ഓഫ് എക്സ് ഏതാ പി ഓഫ് എക്സ് ഏതാണെന്നോ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഹയർ ഡിഗ്രി ഉള്ള ആളെ പി ഓഫ് എക്സ് ആക്കുക, ലോവർ ഡിഗ്രി ആയിരിക്കും ജി ഓഫ് എക്സ്. അപ്പോൾ നമ്മുടെ ഈ കേസിൽ നമ്മുടെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 3x ക്യൂബ് പ്ലസ് 7xും നമ്മുടെ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 7 പ്ലസ് 3x ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം എന്ത് ചെയ്യുക, ജി ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കുക. ജി ഓഫ് എക്സ് ഈക്വൽ ടു 0 മീൻസ് 7 പ്ലസ് 3x ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ 3xനെ അവിടെ നിർത്തിയിട്ട് പ്ലസ് 7നെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, -7 എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു അപ്പോൾ എന്തായി, ഇൻറ്റു ആണ്, 3 ഇൻറ്റു ആണ് അല്ലേ, അപ്പോൾ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ -7/3 എന്ന് കിട്ടി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, പി ഓഫ് -7/3 ചെയ്ത് നോക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു -7/3 ദ ഹോൾ ക്യൂബ് പ്ലസ് 7 ഇൻറ്റു -7/3. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കേസിൽ നമുക്ക് ചെയ്യാം 3 ഇൻറ്റു -7/3 ക്യൂബ് അല്ലേ, അപ്പോൾ അതിൻ്റെ അർത്ഥം -7/3 ഇൻറ്റു -7/3 ഇൻറ്റു -7/3 പ്ലസ് ഇവിടുത്തെ മൈനസും പ്ലസും കൂടി ആയിട്ട് ഇവിടെ എന്താവും, -7 ഇൻറ്റു 7 എന്താ 49/3 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് ഈ ഒരു 3യും ഇവിടുത്തെ ഒരു 3യും കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടാം അപ്പോൾ നമുക്ക് ഇവിടെ -7 ഇൻറ്റു -7 ഇൻറ്റു -7 എന്ന് പറയുന്നത് -343 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 3 9 -49/3. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഇവർ രണ്ടുപേരെയും മൈനസ് ചെയ്യണമെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും ഡിനോമിനേറ്റേഴ്സ് എന്താവണം, സെയിം ആവണം അല്ലേ. അപ്പോൾ സെയിം ആവാൻ വേണ്ടിയിട്ട് ഇവിടെ 9 ആണ്, ഇവിടെ 3 ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിനോമിനേറ്ററിനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് 9 ആക്കാൻ പറ്റും. അതിന് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇൻറ്റു 3 ചെയ്താൽ മതി. അപ്പോൾ താഴെ നമ്മൾ ഇൻറ്റു 3 ചെയ്യുമ്പോൾ മുകളിലും എന്ത് ചെയ്യണം, ഇൻറ്റു 3 ചെയ്യണം, അല്ലെങ്കിൽ വാല്യൂവിൽ വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, -343
49 ഇൻറ്റു 3 എന്ന് പറയുന്നത് -147 ഡിവൈഡഡ് ബൈ 9. ഇനി ഇവർ തമ്മിൽ നമ്മൾ എന്താ ചെയ്യുക? -343 -147 എന്ന് പറയുമ്പോൾ രണ്ടുപേരെയും പ്ലസ് ചെയ്യുകയാണ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു -490 ഡിവൈഡഡ് ബൈ 9. അപ്പോൾ നമുക്കിത് ഒരിക്കലും എന്താവില്ല, ഈ ഒരിക്കലും 0 ആവില്ല, നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 7 + 3x ഈസ് നോട്ട് എ ഫാക്ടർ ഓഫ് 3x³ + 7x എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ ഒരു ലെക്ചറിൽ റിമൈൻഡർ തിയറമാണ് പഠിച്ചത്. താങ്ക് യു.